പൊതുവായി പറയുമ്പോൾ ഷിയാക്കളെ മുസ്ലിമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ഇസ്ലാമിനെ പുറത്തു പോയ മറ്റൊരു ഇസ്ലാമിന് പുറത്തുള്ള സംഘമായിട്ടല്ല കണക്കാക്കുക. ഇസ്ലാമിനുള്ളിൽ പെട്ടെന്ന് അഹ്ലുസുന്നയല്ല പൊതുവായി മുസ്ലിമീങ്ങളായിട്ട് കണക്കാക്കുക. പിന്നെ എല്ലാ ഷിയാക്കളും ഒരുപോലെയല്ല. ഷിയാക്കൾ വ്യത്യസ്തമായ വിഭാഗങ്ങളുണ്ട്. 12 വിഭാഗങ്ങൾ ഷിയാക്കളുണ്ട്. ഒന്നുകൂടെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ 23 വിഭാഗമാണ് ഷിയാക്കൾ. അപ്പൊ അങ്ങനെ ചിലപ്പോൾ സുന്നി മുജാഹിദ്, സുന്നി 1 മുജാഹിദ് 1, അപ്പോൾ 2 എണ്ണമായി. എന്നാ സുന്നി 4 മുജാഹിദ് 3 എണ്ണം കൂട്ടിയാലോ 7 എണ്ണമായി എന്ന് പറഞ്ഞ പോലെ ഷിയാക്കൾ 12 ഗ്രൂപ്പാണെന്ന് പറയാം, 23 ഗ്രൂപ്പാണെന്നും പറയാം. ഇവർക്ക് എല്ലാവർക്കും ഒരേ വിശ്വാസങ്ങളല്ല. ആ വിശ്വാസത്തിനനുസരിച്ച് അവരോടുള്ള സമീപനത്തിലും മാറ്റമുണ്ടാവും. സ്വഹാബിമാരെ കാഫിറാക്കുന്നവർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെതിരായിട്ട് ലഅനത്ത് ശാപപ്രാർത്ഥന നടത്തുന്നവർ, ആയിഷ ബീവി കാഫിറാണെന്ന് പറയുന്നവർ, അവർ വ്യഭിചാരിണിയാണ് എന്ന് പറയുന്നവർ, അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബൊക്കെ വിഗ്രഹങ്ങളാണെന്ന് പറയുന്നവർ, ഇതൊക്കെയാണ് ഷിയാക്കളുടെ നല്ലൊരു വിഭാഗമാണ്. അത് കാഫിറാകുന്ന വർത്തമാനമാണ്. ആ വിശ്വാസങ്ങൾ, ആ വാക്കുകൾ പോലും മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകളാണ്. അത് പറഞ്ഞ ഒരാളെ പറ്റി ഓൻ കാഫിർ നമ്മൾ പറയില്ല, പക്ഷെ ആ കാര്യങ്ങൾ കുഫ്റാണെന്ന് പറയും. അത് പറഞ്ഞൊരാള് അയാൾ കാഫിറാകുന്നു എന്ന് പറയില്ല. അഹ്ലുസുന്നത ഒരു വ്യക്തിയെ കാഫിറാക്കില്ല. ഈ കാര്യം കുഫ്റാണ് എന്ന് പറയാം, ഈ കാര്യം ശിർക്കാണെന്ന് പറയാം. പക്ഷെ ഇപ്പൊ ആ കാര്യം തന്നെ ഒരാൾ വ്യക്തമായി പറഞ്ഞാലും ഓൻ കാഫിറാണ് പറയാൻ നമുക്ക് അവകാശമില്ല. അത് ഓനും പഠിച്ചവനും കൂടി തീരുമാനിക്കണം. അതുകൊണ്ടാണ് മൊത്തത്തിൽ മുസ്ലിമീങ്ങളായി അറിയപ്പെടുന്ന ആളുകൾ നിലയ്ക്ക് ഒരു മുസ്ലിമായി കണക്കാക്കുന്നത്. അവിടെ സൗദി അറേബ്യക്ക് ഹജ്ജ് വിസ ഷിയാക്ക് കൊടുക്കുന്നുണ്ട്. ഖാദിയാനി അല്ലാത്ത എല്ലാവർക്കും ഹജ്ജിന് പെർമിഷൻ കൊടുക്കുന്നു, ഹജ്ജ് വിസ അടിച്ചു കൊടുക്കുന്നു. കാരണം ഒരു മുസ്ലിമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഒരാളുടെ കാര്യം നമുക്ക് തീരുമാനിക്കാൻ പോകാൻ അങ്ങനെ ശക്തമായിട്ട് ഇത് പച്ചയായി പ്രഖ്യാപിക്കുകയും അത് പിന്നെ പ്രചരിപ്പിക്കുകയും അത് ആളെ കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ കാര്യത്തിൽ വേണമെങ്കിൽ ഒരാൾക്ക് തീരുമാനിക്കാൻ നല്ലാതെ മൊത്തത്തിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുകയില്ല. അത് പൊതുവായി പറയാൻ ഒരു മുസ്ലിമീങ്ങളാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇറാന് അമേരിക്ക ഏറ്റുമുട്ടലിന്റെ കളി. അമേരിക്ക ചെയ്തത് മഹാത്മനിവാസമാണെന്ന് എല്ലാവർക്കും അറിയാം. അന്യായമാണ്, അതിക്രമമാണ്, പൊതുവാസമാണ്, ഒരു സംശയമില്ല. മറുഭാഗത്ത് ഇറാനോ അതൊരു ഒരു നല്ല കാര്യമായിട്ട് ഇസ്ലാമിന്റെ ആളുകളായിട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയില്ല. ഇസ്ലാമിന് ഒരുപാട് പരിക്കുണ്ടാക്കിയ, അഹ്ലുസുന്നയെ ധാരാളമായി ആക്രമിച്ച, ലക്ഷക്കണക്കിന് സുന്നികളെ കൊന്നൊടുക്കിയ ടീമാണ് ഇറാൻ. ഇറാൻ എന്ന രാഷ്ട്രം തന്നെ വന്നെങ്ങനെയാണ്? അഹ്ലുസുന്നയെ മുഴുവൻ ഏറ്റുമുട്ടി തകർത്ത് തരിപ്പണമാക്കി ലക്ഷങ്ങളെ കൊന്നടക്കി അഹ്ലുസുന്നയുടെ മണ്ണ് കൈയടക്കി വെച്ചിട്ടാണ് ആ രാഷ്ട്രം ഉണ്ടായത്. അതുകൊണ്ടാണ് രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയെ കൊല്ലുക എന്നുള്ളത് വലിയ ഒരു പിന്നെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തോന്നിവാസമാണെങ്കിലും ഇവരെങ്ങനെ ഭരണാധികാരിയായി മാറി എന്നുള്ളത് അവിടെയും ഒരു വശമുണ്ട്. ന്യായമായ വഴിയിലല്ല അവര് ആ നാടുണ്ടായതും ആ നാട്ടിന്റെ ഭരണാധികാരിയായി മാറിയത്. എന്നാലും ആയിക്കോട്ടെ, ഭരണാധികാരി ആയല്ലോ, ഞാൻ തെറ്റായ വഴിക്കാണെങ്കിലും ഒരു നാളെ പിടിച്ചടക്കി ഭരണാധികാരം കയ്യിലായി, അതിന്റെ അധികാരികളായി മാറി. ആ ഒരു അംഗീകാരം കയറി വന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുക ഒരു മർദ്ദിതന്റെ ഒരു അവകാശം വകച്ചുകൊടുക്കാം. ഈ അന്യായങ്ങൾക്ക് നമുക്ക് വിധേയമാകുമ്പോൾ മർദ്ദിക്കപ്പെടുന്നവർ എന്നതിലേക്കുള്ള ഒരു ആനുകൂല്യം നമുക്ക് അവർക്ക് വെച്ചു കൊടുക്കാം. ഒരു രാജ്യത്തെ ഭരിക്കുന്ന ആളുകളിലേക്ക് അയാൾക്ക് ലഭിക്കേണ്ട ചില ബഹുമതികൾ, ചില ഹുർമത്തുകൾ അത് പാലിക്കപ്പെട്ടില്ല എന്ന് ഏറി വന്നാൽ പറയാം. അതിനപ്പുറത്ത് ഒരു ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യാണ്, ഇസ്ലാമിന്റെ ആളുകളാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ശരിയായ ഇസ്ലാമിനെ തകർത്തവരും കിട്ടുന്ന എല്ലാ സന്ദർഭത്തിലും ദീന് പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾ തന്നെയാണ് ഷിയാക്കൾ. ഇന്നും ഷിയാക്കളുടെ മുഖ്യമായ ആഗ്രഹം മദീന പിടിച്ചടക്കി സിദ്ദീഖ് റളിയല്ലാഹു ഉമർ ഖത്താബിന്റെ ഖബർ അവിടുന്ന് മാന്തി ആ 2 മയ്യിത്ത് അവിടുന്ന് പുറത്തേക്ക് ഒഴിവാക്കണം എന്നാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം അവർ രണ്ടുപേരും കാഫിറാണെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. അവിടെ കാഫിരീങ്ങളുടെ മയ്യിത്ത് അവിടെ മറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നബി തങ്ങളുടെ ഖബറിനടുത്ത് ആ 2 മയ്യിത്ത് വരാൻ പാടില്ല. അതിന് ആ ഖബർ അവിടുന്ന് മാറ്റിയേ പറ്റൂ. അതവരുടെ ജീവിത അജണ്ടയാണ്. ചെറിയ പ്രായം മുതലേ മക്കളിൽ അങ്ങനെ വളർത്തുന്നത്. ചെറിയ കുട്ടികൾക്കടക്കം ചെറുപ്പത്തിലേ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ വലിയ ഒരു ലക്ഷ്യമാണ്. ചരിത്രത്തിൽ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. മദീനത്ത് വന്ന് കൂടി വേഷം മാറി വലിയ മുത്തഖീകളും വലിയ ഇബാദത്തിൽ മുഴുകിയ ആളുകളുമായി അഭിനയിച്ച് മദീന പള്ളിയിൽ പകല് ഫുള്ള് ഖുർആൻ ഓതി നിസ്കരിച്ചിരുന്ന് ഭയങ്കര മുത്തഖീങ്ങളായ മനുഷ്യന്മാർ രാത്രി എല്ലാവരും കഴിഞ്ഞ് പള്ളിയൊക്കെ പൂട്ടി പോയാൽ ഇവര് പണിയുള്ളൂ. അടികൂടി മാന്തി തുരങ്കുണ്ടാക്കിയിട്ട് നബിയുടെ മയ്യത്ത് മോഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ 1-7 തവണ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ ദൂരെ നിന്ന് ഭൂമിയിൽ അടികൂടി തുരങ്കുണ്ടാക്കി വരിക രാത്രി. ആ ഒരു ദിവസം പകല് ഓരൊക്കെ ഭയങ്കര ഉത്സാഹം പഠിക്കുന്നത് കൂടാതെ ഉണ്ടാവും. രാത്രി ഓരോ പണിതാണ്. അവസാനം ഭരണാധികാരി സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ തുടർന്ന് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ പിടികൂടിയ ചരിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. ഓരോ ആഗ്രഹം അതാണ്. നബിന്റെ മയ്യത്തോട് മാറ്റുക, അല്ലെങ്കിൽ ഈ 2 മയ്യത്തോട് മാറ്റുക. സ്വനമ ഖുറൈശി വിഗ്രഹങ്ങളാണ് രണ്ടെന്ന് അവർ പറഞ്ഞു.
ഉസ്മാൻ അഫ്ഫാന്റെ മയ്യത്ത് ബഖീയിൽ നിന്ന് ഒഴിവാക്കുക, അതുപോലെ മറ്റൊരു ആഗ്രഹമാണ്. ഉസ്മാൻ അഫ്ഫാൻ ഒരു കണക്കിന് കാഫിറാണ്. ബഖീൽ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനാണ്, അവിടെ ഉസ്മാൻ അഫ്ഫാനെ മറയാൻ പറ്റില്ല. ഉസ്മാൻ അഫ്ഫാൻ കൊല്ലപ്പെട്ട സമയത്ത് ഒരു മറയാൻ സമ്മതിച്ചിട്ടില്ല. അവിടെ ബഖീൽ എന്ന ഖബർസ്ഥാൻ സ്ഥലം വാങ്ങി വഖഫ് ചെയ്ത ആള് ഉസ്മാൻ അഫ്ഫാൻ. നബി തങ്ങൾ പറഞ്ഞു, ഈ സ്ഥലം വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്താൽ അവർക്ക് സ്വർഗമുണ്ട്. ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞ ഞാൻ ചെയ്യാം. മൊത്തം പൈസ അദ്ദേഹം കൊടുത്ത് ആ സ്ഥലം അദ്ദേഹം വാങ്ങി മുസ്ലിമീങ്ങൾക്ക് ഖബർസ്ഥാനായിട്ട് അദ്ദേഹം വഖഫ് ചെയ്ത് കൊടുത്തു. ആ ബഖീൽ മറവ് ചെയ്യാൻ സമ്മതിച്ചു ഉസ്മാൻ അഫ്ഫാൻ. ബഖീലിന് പുറത്താ മറവ് ചെയ്തത്. ഉസ്മാൻ അഫ്ഫാൻ മയ്യത്ത് അന്ന് മറവ് ചെയ്തത് ബഖീലിന് പുറത്താണ്. പിന്നെ ബഖീൽ വികസിച്ചപ്പോഴാണ് ഖബറുള്ളതായത്. ബഖീൽ പിന്നെ ഓരോ കാലത്ത് പിന്നീട് സ്ഥലം തികയപ്പോൾ പിന്നെ അതിന് അപ്പുറത്ത് നീട്ടി കൊണ്ടപ്പോ ഈ ഖബറും കൂടി ഉള്ളതാണ്. ഷിയാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ ഖബർ അവിടുന്ന് മാന്തിയിട്ട് മയ്യത്ത് അവിടുന്ന് ഒഴിവാക്കണം. മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനം മറയാൻ പറ്റിയ ആളല്ല ഉസ്മാൻ അഫ്ഫാൻ. ഇതാണ് ഷിയാക്കൾ. അവിടെ ഒഴിഞ്ഞ് എന്ത് അശ്വതരായക പ്രഖ്യാപിച്ചാലും ഷഹാദത്ത് പറഞ്ഞാലും അതിനൊന്നും പ്രത്യേകിച്ച് പ്രസക്തി ഇല്ല. തക്കം കിട്ടുമ്പോഴെല്ലാം ഇസ്ലാമിൽ തകർത്തവർ മാത്രമല്ല ഖുർആൻ, ഈ ഖുർആൻ ശരിയല്ലെന്ന ഒരു വിശ്വാസം. ശരിയായ ഖുർആൻ 17,000 ആയത്തുണ്ടെന്നാണ്. ഈ ഖുർആൻ ഉസ്മാൻ അഫ്ഫാന്റെ വീട്ടിൽ സ്വകാര്യമായി കൂടി ഓൾക്ക് പറ്റാത്ത ആയത്തെല്ലാം കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കി എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ഖുർആനാണ് ഇപ്പോഴുള്ള ഖുർആൻ. അലിയുടെ വീട്ടിൽ വെച്ച ഖുർആൻ വേറെയാണ്, അത് 17,000 ആയത്തുള്ള ഖുർആനാണ്. ബാക്കി 11,000 കുറെ സദീഖാനെ ഒഴിവാക്കി, കുറെ ഉമർ ഖത്താബ് ഒഴിവാക്കി, ബാക്കി ഉസ്മാൻ അഫ്ഫാനെ ഒഴിവാക്കി. റസൂൽ ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടി വേറെ മുസൈഫ് ആക്കിയിട്ട് ആളുകൾക്ക് ഇപ്പോൾ അയിമുക്ക് കൊണ്ടുവന്നതാണ് എന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. ഇത് ഷിയാക്കൾ ഏകദേശം ഈ വിഷയത്തിൽ. അതെ, അതുപോലെ ഹദീസിന്റെ വിഷയത്തിൽ ഒരു മഹാപുരുഷ സ്വീകരിക്കൂല. കാരണം ഈ സ്വഹാബികളൊക്കെ 10 കാഫിറായി പോയതാണ്. 10 താഴെ സ്വഹാബിമാർ മാത്രമാണ് അവരെ കണക്കിൽ മുസ്ലിമായി നിലക്കുന്നത്. ബാക്കി എല്ലാ സ്വഹാബികളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അവിടെ ആ സ്വഹാബി നബി പറഞ്ഞു പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല. അവിടെ ആ ഹദീസ് ഒന്നും സ്വീകാര്യമല്ല, അവരുടെ കയ്യിലില്ല. അതാണ് ഉസ്മാൻ അഫ്ഫാൻ നശിപ്പിച്ചു പറഞ്ഞത്. ഇതന്നെ ഓതുന്നത്. പക്ഷെ ഓരോ വാദം എന്താണ്? ഉസ്മാൻ അഫ്ഫാൻ അന്ന് ചെയ്ത ഏറ്റവും വലിയ തട്ടിപ്പാണ് ഖുർആനിലൊക്കെ പാടെ വെട്ടിക്കളഞ്ഞുള്ളത്. അതുകൊണ്ട് ആ ഉസ്മാൻ അഫ്ഫാൻ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇസ്ലാമിന്റെയും ജാഹിലിയത്തിനും ഇടയ്ക്കുള്ള ഇടക്കണ്ണിയായി വർത്തിച്ചതാണ് ഉസ്മാൻ എന്നാണ് അലി ശരീഅത്ത് എഴുതിച്ചത്. ഇസ്ലാമിന്റെയും ജാഹിലിയത്തിനും ഇടയിലുള്ള ഇടക്കണ്ണിയായിട്ട് വർത്തിച്ചതാണ് ഉസ്മാൻ അഫ്ഫാൻ. ആ ബുക്ക് അലി ശരീഅത്ത് എഴുതിയ ബുക്ക് രക്തസാക്ഷ്യം എന്ന പേര് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി IPH പുറത്തിറക്കി കേരളത്തിൽ. അപ്പൊ ഇതാണ് ഷിയാക്കൾ. അതുകൊണ്ട് ആ ഷിയാക്കള് ഒന്ന് ഷഹീദ് പോട്ടെ, അതേതായാലും ഇല്ല. അതിനപ്പുറത്ത് അത് ദീനിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധമാണ് എന്ന് പറയാൻ പറ്റില്ല. ഏറി വന്നാൽ ഒരുപക്ഷെ മർദ്ദിതരാണ്, ആക്രമിക്കപ്പെട്ടവരാണ്. എല്ലാ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പച്ച തോന്നിയാസാണ് അവിടെ അമേരിക്ക ചെയ്ത്, ജൂതന്മാർ ചെയ്ത് എന്ന് നമുക്ക് പറയാം. എന്നല്ലാതെ ഇത് മറുഭാഗം നമുക്ക് പുകഴ്ത്തി തൽക്കരപ്പതൊന്നും പറഞ്ഞതല്ല, ഇപ്പോൾ ദീനിന് വേണ്ടി വെക്കല്ലേ എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതിയെ അല്ലാതെ അത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി കാലഘട്ടത്തിൽ യഹൂദികളും റാഫിദകളും നമ്മളെ ഏറ്റുമുട്ടല് ഇബ്നു തൈമിയ്യ പറഞ്ഞ പ്രയോഗം അതാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ഷർറ് വേറെ ഷർറ് കൊണ്ടത് തടുത്തു വിചാരിച്ചാൽ മതി. ഒരു ഷർറ് മറ്റൊരു ഷർറ് കൊണ്ടത് തടുത്തു, നമുക്ക് ആ ഷർറ് ബാധിക്കാതെ വേണ്ടി പ്രാർത്ഥിക്കുക, അതിന് കാവൽ തേടുക, ഇതാണ് ചെയ്യാനുള്ളത് എന്നാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അന്ന് പ്രയോഗിച്ച പ്രയോഗം. റാഫിദിയാക്കളും ഷിയാക്കളും യഹൂദികളുമായി ഏറ്റുമുട്ടുന്നതിൽ ഇബ്നു തൈമിയ്യ പറഞ്ഞ പ്രയോഗം അതാണ്. രണ്ടും ഷർറാണ്, ഒരു ഷർറ് അല്ല വേറെ ഷർറ് കൊണ്ട് തടുത്തു.